ഇന്നത്തെ ശ്രീകൃഷ്ണ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് ടൈം ടു റിലാക്സ് ആണ്. നിങ്ങളിപ്പോൾ മാനസികവും ശാരീരികവുമായി തളർന്നിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, അതിനുള്ള സമയമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഒന്നിനും തിടുക്കപ്പെടേണ്ട, എല്ലാം കൃത്യമായിട്ട് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിൽ തന്നെ നടക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥത ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ ഓൾറെഡി നിങ്ങൾ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായി റെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാത്തിനും നിങ്ങൾക്ക് അർഹമായ രീതിയിൽ തന്നെ ഒരു റിവാർഡ് ഭഗവാൻ അതിന് തരും എന്നുള്ളൊരു ഉറപ്പും ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾ ഭഗവാൻ അതുപോലെ തന്നെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഭഗവാൻ ചെയ്തു തരുന്നുമുണ്ട്. മനസ്സിലെ സ്ട്രെസ്സും ടെൻഷൻസും എല്ലാം നിങ്ങൾ സ്വയം കൊണ്ടു നടക്കാതെ ഭഗവാനിലോട്ട് സമർപ്പിച്ച് അത് ഭഗവാൻ നോക്കിക്കോളും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങളുടെ ഈ യാത്രയിൽ സാരഥിയായി ഭഗവാൻ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്വസ്ഥവും സമാധാനവുമായിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ എങ്ങനെയാണോ തേരാളിയായി അർജുനന് വേണ്ടി നിലകൊണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ നിലകൊള്ളുന്നതാണ് എന്നാണ് മെസ്സേജ് തരുന്നത് കേട്ടോ. അടുത്തത് ചാരിറ്റിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചാരിറ്റി ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ 10% അതിനുവേണ്ടി മാറ്റിവെക്കുക എന്നുള്ളൊരു മെസ്സേജ് തരുന്നുണ്ട്. ഇപ്പോൾ അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം തന്നെ വേണമെന്നില്ല. പകരം മറ്റു വസ്തുക്കൾ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹമായിരുന്നാലും, നിങ്ങളുടെ ഒരു സപ്പോർട്ടായിരുന്നാലും, നിങ്ങളുടെ ഒരു പ്രസൻസ് ആയിരുന്നാലും, നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടായിരുന്നാലും, ആർക്കാണോ വേണ്ടുന്നത് അത് അതേ രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് കൊടുക്കുക. അതായത് നിങ്ങളുടെ എനർജി കൊടുത്തിരുന്നാലും മതി എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇപ്പം നിങ്ങളടുത്ത് ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിരുന്നാൽ നിങ്ങൾ ഹൃദയശുദ്ധിയോടെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ആ സഹായം ചെയ്തു കൊടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന, ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ കാർമിക കടങ്ങൾ തീർക്കുന്നതിനും സഹായിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. നിങ്ങളെപ്പോഴും ഭഗവാന്റെ ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും മുന്നോട്ട് എങ്ങനെ പോകും എന്നൊരു ക്ലാരിറ്റി കിട്ടാതെ വലയുമ്പോഴും എല്ലാം നിങ്ങളെ ഭഗവാൻ സസൂക്ഷ്മം വാച്ച് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ ഭഗവാന് സറണ്ടർ ചെയ്താൽ, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ എല്ലാ ആപത്തിൽ നിന്നും ഒരു പോറൽ പോലും ഇല്ലാതെ ഭഗവാൻ സംരക്ഷിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്നുള്ള കാർഡിൽ നിങ്ങൾക്ക് ഭഗവാൻ പൂർണ്ണ പ്രൊട്ടക്ഷൻ തന്നെയാണ് തരുന്നത് എന്നിവിടെ പറയുന്നുണ്ട്. അടുത്തത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് ഒരാളുടെ മരണശയ്യയിൽ ഉണ്ടാകുന്ന മഹത്തായ ചിന്തയാണ് അടുത്ത ജന്മത്തിൽ എത്തരത്തിലുള്ള ജന്മം എടുക്കേണ്ടത് എന്ന തീരുമാനത്തിൽ ആ ആളുടെ സോളിനെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആത്മീയതയുമായി മുന്നോട്ട് പോവുക. നിങ്ങൾ സദാ ഭഗവത് കാര്യങ്ങൾ ചിന്തിക്കുക, അതിന് മുൻതൂക്കം കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുകയും കൂടെ ചെയ്യുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ നിലവിലുള്ള ചിന്താഗതികളാണ് ഭഗവാനുമായുള്ള ദൂരം തീരുമാനിക്കുന്നത്. ഭക്തിയും സ്നേഹവും കൊണ്ട് നിങ്ങളുടെ ചിന്തകൾ നിറയട്ടെ എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം ഭഗവാനെ കാണുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളൊരു ഗീതാ ഡെക്കിൽ നിന്നുള്ള കാർഡിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. അടുത്തത് സാങ്ക്ടിഫൈഡ് ഫുഡാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിക്ക് ഇടം കൊടുക്കുക എന്നതാണ് അടുത്ത മെസ്സേജ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് കഴിക്കുന്നതിന് മുൻപായിട്ട് അല്പം ഭഗവാന് കൊടുക്കുക, അതിനുശേഷം ഭക്ഷിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഭഗവാന്റെ പ്രസൻസോടുകൂടി ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിൽ ഭഗവാന് ഫുഡ് കൊടുക്കുന്നത് നിങ്ങളുടെ കർമ്മഭാരം കുറയ്ക്കും എന്നിവിടെ
മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിയുന്നവരെല്ലാം അത് ചെയ്യാൻ നോക്കുക. അടുത്ത മെസ്സേജ് അണ്ടർസ്റ്റാൻഡിങ് ഗോഡാണ്. ഭക്തിയിലൂടെ മാത്രമാണ് ഒരാൾക്ക് ഭഗവാനെ അറിയാൻ കഴിയുക. ആത്മാർത്ഥവും ഹൃദയത്തിൽ നിന്നുള്ളതുമായ കറയില്ലാത്ത ഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ കഴിയും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ഭക്തിയിൽ അടിയുറച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭഗവാനെ അറിയുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ ഭഗവാന്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ളത്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.